ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. ആയത്ത് 67. മാ കാന ഇബ്രാഹീം, എബ്രഹാം പ്രവാചകനായിരുന്നില്ല, യഹൂദിയായിരുന്നില്ല, വലാ നസ്രാനിയുമായിരുന്നില്ല, വലാകിൻ കാൻ, പക്ഷെ അദ്ദേഹമായിരുന്നു ഹനീഫ, പരിപൂർണമായി തിരിഞ്ഞവരായിരുന്നു, മുസ്ലിമ, പടച്ചവന് സർവസ്വവും സമർപ്പിച്ചവരായിരുന്നു, വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ബഹുദൈവാരാധകനുമായിരുന്നില്ല. ഇന്ന ഔലന്നാസി ബിഇബ്രാഹീം, ജനങ്ങളിൽ ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവർ, ലല്ലദീന തബഊ, മഹാനവറുകളെ പിൻപറ്റിയവരാണ്, വഹാദൻ നബി, ഈ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, വല്ലദീന ആമനു, സത്യവിശ്വാസികളുമാണ്, വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു സത്യവിശ്വാസികളുടെ കാര്യനിർവാഹകനാണ്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പടച്ചവന് പൊരുത്തമായ ജീവിതമെന്ന് പറയുന്നത് ഏതെങ്കിലും വംശമോ കുടുംബമോ വർഗമോ ദേശമോ അല്ല. ഈ ലോകത്ത് ധാരാളം നാമങ്ങൾ വംശങ്ങളും ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പറയപ്പെടാറുണ്ട്. ബ്രാഹ്മണന്മാർ, അതുപോലെ സയ്യിദന്മാർ, പഠാനികൾ, ഇതെല്ലാം കുടുംബത്തിന്റെ പേരാണ്. ആ കുടുംബത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളുടെ ഗുണങ്ങളുണ്ടെങ്കിലും ഒരു ഗുണവുമില്ലാത്ത അലപരാധിയാണെങ്കിലും ആ കുടുംബത്തിൽ ജനിച്ചാൽ അവർക്ക് ആ കുടുംബത്തിന്റെ പേര് പറയും. ഭാരതീയൻ, അറബി വംശജൻ, അമേരിക്കക്കാരൻ, നാടുമായി ബന്ധപ്പെട്ട പേരാണ്. ഈ നാട്ടിൽ ജനിച്ചവർ ആരായിരുന്നാലും, കറുത്തവർ, വെളുത്തവർ, ഗുണങ്ങളുള്ളവർ, ഇല്ലാത്തവർ, അവർക്കെല്ലാം ഈ നാടുമായി ബന്ധപ്പെട്ട പേര് പറയും. ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിൽ സ്വന്തം നാട്ടുകാരെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, അത് വേറെ കാര്യം.
അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു, ധർമ്മം, പടച്ചവന് ഇഷ്ടപ്പെട്ട ഗുണം, ഇത് ഏതെങ്കിലും വംശത്തിന്റെ പേരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ബാഹ്യമായ പേരുമല്ല. ഒരു കാലഘട്ടത്തിൽ യഹൂദികളും ക്രൈസ്തവരും, ഇന്ന് മുസ്ലിമീങ്ങളും വാദിക്കുന്നുണ്ട് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽപ്പെട്ടവരാണെന്ന്. അള്ളാഹു ഇതിന് വേരറുത്തുകൊണ്ട് പറയുന്നു, ഇബ്രാഹിം നബി എന്ന് പറയുന്നത് എന്തെങ്കിലും കുടുംബത്തിന്റെയോ സംഘടനയുടെയോ സംഘത്തിന്റെയോ പേരല്ല. ഡോക്ടർ എന്നതുപോലെ, എഞ്ചിനീയർ എന്നതുപോലെ, പണ്ഡിതൻ എന്നതുപോലെ, ഭക്തൻ എന്നതുപോലെ ചില ഗുണങ്ങളുടെ പേരാണ്. ഒരു വ്യക്തി ഡോക്ടറുടെ മോനായി അയാൾ നമ്മൾ ഡോക്ടറെ എന്ന് വിളിക്കുകയില്ല. അദ്ദേഹം മര്യാദയ്ക്ക് പഠിച്ച ഡോക്ടറായെങ്കിൽ ഡോക്ടറുടെ മകൻ ഡോക്ടർ എന്ന് പറയും. ഒരു എഞ്ചിനീയറുടെ മകനെ ആരും എഞ്ചിനീയറെ എന്ന് വിളിക്കുകയില്ല, എഞ്ചിനീയറുടെ മകനെ എന്ന് വേണമെങ്കിൽ വിളിക്കും. ഒരക്ഷരം പോലും പഠിക്കാത്ത ഒരു പണ്ഡിതന്റെ മകനെ ആരും പണ്ഡിത വര്യ എന്ന് വിളിക്കാറില്ല, വേണമെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി വലിയൊരു മഹാന്റെ മോനെ എന്ന് പറയും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ പലരും തെറ്റിദ്ധരിച്ച് എൻ്റെ ഉപ്പുപ്പായിക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തം കുഴിയാന പോലും ഇല്ലാതെ ഞാനും ആനയുടെ ആൾക്കാരാണെന്നൊരു വ്യാമോഹം ആളുകൾക്ക് വരാറുണ്ട്. അല്ലാഹു തആല അതിന്റെ വേരാണ് ഇവിടെ മുറിക്കുന്നത്. മാ കാന ഇബ്രാഹീമു യഹൂദിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എബ്രഹാം പ്രവാചകൻ യഹൂദിയായിരുന്നില്ല. വല നസ്റാനിയ, നസ്രാണിയുമായിരുന്നില്ല. ശ്രദ്ധിക്കണം, ഇത് നമ്മൾ യഹൂദ ക്രൈസ്തവ സഹോദരങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇബ്രാഹിം നബി നിങ്ങളുടെയും ആളല്ല, അവരുടെയും ആളല്ല, ഞങ്ങളുടെ ആളാണ് എന്ന് പറയാൻ വേണ്ടിയല്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങളുടെ ആളായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ വെറും പേരിൽ മാത്രമായി പോയി. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇബ്രാഹിം നബിക്ക് യാതൊരു ബന്ധവുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വന്ന മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. അടിസ്ഥാനപരമായി രണ്ട് പ്രവാചകന്മാരുടെയും സന്ദേശം ഒന്ന് തന്നെയാണ്. അതേ പരമ്പരയിലെ ഉന്നത താരമാണ് ഈസാ നബി അലൈഹിസ്സലാം. ഇരുവരുടെയും സന്ദേശങ്ങൾ അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് യഹൂദ നാമം ധരിച്ച കോലങ്ങൾ മാത്രമാണ്. ക്രൈസ്തവ നാമം ധരിച്ച വെറും ക്രിസ്തുമതത്തിന്റെ വാദികൾ മാത്രമാണ്, ഗുണങ്ങളില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, മഹാനവറുകൾ തെറ്റായ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും തിരിഞ്ഞ് പടച്ചവന് സർവസ്വവും സമർപ്പിച്ച വ്യക്തിയായിരുന്നു. ഇവിടുത്തെ മുസ്ലിം എന്നതിന്റെ അർത്ഥം നമ്മുടെയാൾ എന്ന അർത്ഥത്തിലല്ല. കാരണം അടുത്ത ആയത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഒരു മുസ്ലിമായിരുന്നു, പടച്ചവന് പരിപൂർണമായി സമർപ്പിച്ച, കീഴൊതുങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകനുമായിരുന്നില്ല. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ, അതുപോലെ ബ്രാഹ്മണന്മാരും ആണെന്ന് പറയപ്പെടുന്നു. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണെന്ന് വാദിച്ചിരുന്നു. പടച്ചവൻ പറയുന്നു അദ്ദേഹം ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച് അതിലായി പോരാടി, അതിലായി ഈ ലോകത്തിൽ നിന്നും യാത്രയായ അടുത്ത തലമുറയ്ക്ക് മഹത്തായ സന്ദേശങ്ങൾ സമ്മാനിച്ചൊരു മഹാനാണ്. പിന്നെ പറയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധമുള്ളത് ആർക്കാണ്?
അവർക്ക് ബന്ധമില്ല, ഇവർക്ക് ബന്ധമില്ല, പിന്നെ വേറെ ആർക്കാണ്? ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. ഇബ്രാഹിം നബിയുമായിട്ട് ബന്ധം 3 വിഭാഗം ആളുകൾക്കാണ്. അവർക്ക് പറയാം, ഞങ്ങൾ എബ്രഹാം പ്രവാചകന്റെ സരണിയിലൂടെ സഞ്ചരിക്കുന്നവരാണെന്ന്. ഒന്ന്, ലല്ലദീന തബഊ, മഹാനരുടെ കാലഘട്ടം മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെ മഹാനവറുകളെ പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാത്മാക്കൾ. മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഈ പരമ്പരയിൽ മഹാനവറുകളെ പിൻപറ്റിയവർ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലെ അവരുടെ കൂട്ടത്തിൽ കൂടിയ അവരുടെ ശിഷ്യന്മാർ, അവരെല്ലാവരും ഇബ്രാഹിം നബിയുമായിട്ട് ബന്ധമുള്ളവരാണ്. 2, വഹാദൻ നബി, ഈ പുണ്യപ്രവാചകനും ഇബ്രാഹിം നബിയുമായി ബന്ധമുള്ളവരാണ്. സയ്യിദുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അകവും പുറവും രാവും പകലും മുഴുവനും ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പേരുടെയും ജീവിതം തട്ടിച്ചു നോക്കിയാൽ, സന്ദേശങ്ങൾ നോക്കിയാൽ ഇത് വ്യക്തമാകും. ഇരുവരും പരിപൂർണമായി ചേർന്നവരായിരുന്നു. വല്ലദീന ആമനൂ, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശിച്ച കാര്യങ്ങളിൽ വിശ്വസിച്ച് ലോകാവസാനം വരെയും കഴിയുന്ന ആളുകളും ഇബ്രാഹിം നബിയുമായി ബന്ധമുള്ളവരാണ്. ഇത് മാധുര്യമായ സംവേദനം. അവരും ഇബ്രാഹിം നബിയുമായി ബന്ധമുള്ളവരായിരുന്നു. ഇല്ല, നിങ്ങൾക്കും ബന്ധപ്പെടാൻ സാധിക്കും. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളും ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽപ്പെട്ടവരാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, ഇത്തരം സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ സഹായി അല്ലാഹുവാണ്. ഇതൊരു ചോദ്യത്തിന് മറുപടിയാണ്. ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമല്ലോ. അല്ലാഹു പറയുന്നു, പടച്ചവൻ നിങ്ങളുടെ സഹായിയാകും. സത്യവിശ്വാസമുണ്ടോ? അല്ലാഹു നിങ്ങളുടെ സഹായിയാകും. നിങ്ങളുടെ ഇഹലോക കാര്യങ്ങൾ നിർവഹിച്ചു തരും. നിങ്ങളുടെ പരലോക വിഷയങ്ങൾ നിർവഹിച്ചു തരും. നിങ്ങളെ പടച്ചവൻ സഹായിക്കുന്നതാണ്. അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലം തരുന്നതാണ്. ഈമാൻ, സത്യവിശ്വാസം, അത് രക്ഷയുടെ പ്രധാനപ്പെട്ട മാർഗമാണ്, ഉയർച്ചയുടെ മാധ്യമമാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അല്ലാഹു നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ.